ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ പൂക്കൾ തരുന്ന കുറച്ച് റോസ് വെറൈറ്റീസിനെ പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മിനിയേച്ചർ ടൈപ്പാണ്, നിറയെ പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് കേട്ടോ. ഐഡിയ എനിക്കറിയില്ല. രണ്ടാമത് ഞാൻ മിനിയേച്ചർ സെൻറ്റിമെൻ്റൽ റോസ് എന്ന് പറഞ്ഞാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ID ജൂലൈ 4 എന്നാണ് കേട്ടോ ഇതിൻ്റെ ID വരുന്നത്. തേൻമൊഴി മനോഹരം എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് ചേച്ചിയാണ് എനിക്കിതിൻ്റെ ID പറഞ്ഞു തന്നത്. അപ്പോൾ ജൂലൈ 4 എന്നാണ് ഈ ഒരു റോസിൻ്റെ ID വരുന്നത്. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി ID പരിചയപ്പെടുത്തി തന്നതിൽ, ഒരുപാട് സന്തോഷം. അടുത്തതായിട്ട് ബോണിക്ക 82 ആണ് കേട്ടോ. ബോണിക്ക 82ൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് ബോണിക്ക 82ൻ്റെ വെച്ചിട്ട് നമ്മളൊരു കോംബോ ഇപ്പോൾ റണ്ണിങ് ആണ്. ബോണിക്ക 82 റോസ് വെച്ചിട്ട് ഓൺ റൂട്ടഡ് ആയിട്ടുള്ളൊരു കോംബോ റണ്ണിങ് ആണ്. അപ്പോൾ കോംബോ മേടിക്കാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു കോംബോയിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കാണുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെന്താ, ഇന്ന് കാണിക്കുന്ന ഓൾമോസ്റ്റ് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടുത്തതായിട്ടുള്ളത് പെർഫ്യൂം ബ്രീസാണ്. ഇതൊരു ക്രീപ്പറാണ്. നമുക്ക് ആർച്ച് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വളർത്താം. മതിലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഗേറ്റിലും ഒക്കെ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ബേബി പിങ്ക് കളറിൽ ചെറിയ കുഞ്ഞു പൂക്കൾ വരുന്നതാണ് കേട്ടോ. പെർഫ്യൂം ബ്രീസ് എന്നാണ് ID വരുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത കൂട്ടുകാരാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, പുതിയ റോസിൻ്റെ വീഡിയോസും മറ്റ് പ്ലാന്റ്സിൻ്റെ സെയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ പുതിയ റെയർ വെറൈറ്റീസൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കാണുന്ന സമയത്ത് അത് സോൾഡ് ഔട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. നിങ്ങൾക്കത് നോക്കുമ്പോൾ നിങ്ങൾ തേടി നടന്ന റോസസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും, നിങ്ങളുടെ അടുത്ത റോസ് ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ചാനലിൽ റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തത് ഇത് ബേബി പാരഡൈസ് ആണ്. ഇതിൻ്റെ നല്ല തൈകൾ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് കാശ്മീരി റോസാണ്. നാടൻ കാശ്മീരി റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി തൈകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നിറയെ പൂക്കും, ചുവപ്പും ഒരു മജന്തയും കൂടെ മിക്സഡ് ആയിട്ടുള്ളൊരു ഫ്ലവറാണ്. ഓൺ റൂട്ടഡ് ആണ്. നാടൻ കാശ്മീരി റോസാണ് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗാർഡനിൽ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരു സമയത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും അതിൽ നിന്ന് ഫ്ലവർ കാണാൻ പറ്റും. എപ്പോഴും പൂക്കളുണ്ടാവും. നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഗാർഡനെ അലങ്കരിച്ച് നിർത്താനായിട്ട് കഴിയുന്ന റോസുകളുടെ കൂട്ടത്തെയാണ് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് പരിചയപ്പെടുത്തി തരുന്നത്. കാശ്മീരി മാത്രമല്ല, ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഇടുന്നതാണ് വൈറ്റ് സമ്മർ സ്നോ, പിങ്ക് സമ്മർ സ്നോ, അതിൻ്റെ അഹല്യ, പിന്നെ റെഡ് ബട്ടൺ റോസ്. ഇതൊക്കെ എന്നും പൂക്കൾ തരുന്ന വെറൈറ്റീസാണ്. അപ്പോൾ അതൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല കേട്ടോ. യെല്ലോ മിനിയേച്ചർ, റെഡ് മിനിയേച്ചർ, ഇതേപോലത്തെ ഐറ്റംസ് എല്ലാം നമ്മുടെ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ നിത്യവും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റീസാണ് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഉള്ളത് ഓർക്കിഡ് റോസാണ്. പിങ്ക് ഫെയറി, ചൈന ഡോൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഓർക്കിഡ് റോസ് നിറയെ ഇങ്ങനെ കൊലകുത്തി പൂക്കുന്ന ടൈപ്പാണ്. ഒരു സെമി ക്രീപ്പറാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നമുക്കിങ്ങനെ ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് പടർത്തി വിടുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നിട്ട് മനോഹരമായിട്ട് തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. അടിപൊളി റോസാണ്. അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകൾ നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടിപൊളി വെറൈറ്റി തൈകളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പിങ്ക് ബട്ടർഫ്ലൈ റോസാണ്. മിനിയേച്ചർ ഓർക്കിഡ് റോസ് എന്നൊക്കെ പറയുന്നുണ്ട്. പിങ്ക് ബട്ടർഫ്ലൈ ആണ്. ഡബിൾ പെറ്റലാണ്. ലെയർ ഡബിൾ പെറ്റൽ വരുന്നുണ്ട്. വൈറ്റും പിങ്കും കോമ്പിനേഷനിൽ കൊലകൊലയായിട്ട് പൂക്കുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെയും അടിപൊളിയായിട്ടുള്ള നാടൻ തൈകൾ, കമ്പ് വെച്ച് കിളിർപ്പിച്ചെടുത്ത തൈകളാണ് സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടിപൊളി പ്ലാന്റ്സ് ആണ്. നല്ല ഹെൽത്തിയും ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. നമുക്കിതിൻ്റെയൊക്കെ മിക്കവാറും ബഡ് ചെയ്ത തൈകളാണ് സെയിലിനായിട്ട് വരാറുള്ളത്. ചില ലോഡ് വരുമ്പോഴത്തേക്കും നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസ് കിട്ടും. അങ്ങനെ നമുക്ക് ഈ ഒരു ലോഡിൽ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വന്നിട്ടുള്ളത് കേട്ടോ. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ പ്ലാന്റ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാം. അല്ലാത്തവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പ്ലാന്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പിലോട്ട് വരികയും നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ്, ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന വീഡിയോസിലുള്ളതാവാം, അല്ലാത്തതുമായിട്ട് ഒത്തിരി പ്ലാന്റ്സ് അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന്
പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് കാണുന്നുണ്ട്, നിങ്ങൾ കാട്ടിൽ കൊടുക്കാത്ത കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അത് വേറൊന്നുമല്ല, നമുക്ക് ഒരുപാട് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് കുറവുള്ള ഐറ്റംസ് ഉണ്ടാകും. 2, 3, 4 പ്ലാന്റ്സ് ഒക്കെ ഉള്ളത് ചില പ്ലാന്റ്സ് ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കാർട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഇതിനകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് ഡയറക്റ്റായിട്ട് വാട്സപ്പിൽ അയക്കുക കേട്ടോ. നിങ്ങൾക്ക് ആ ലിങ്ക് ത്രൂ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ പറ്റും. ഹായ് അയച്ചിട്ട് നിങ്ങൾ ഈ പ്ലാൻസൊക്കെ അയച്ചു കഴിഞ്ഞാൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് റേറ്റ് പറയാത്തെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ഓരോ ലോഡ് വരുമ്പോഴും നമുക്ക് കിട്ടുന്ന പ്ലാൻസിൻ്റെ റേറ്റ് ഡിഫറൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ 1 മാസം കഴിഞ്ഞ് കാണുന്നവരുണ്ട്, 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ റേറ്റിൽ ചിലപ്പോൾ ഈ ലോഡിൽ വരുമ്പോൾ പ്രൈസ് കൂടുതലോ കുറവായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കാം, ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഒരു 3 മാസം കഴിഞ്ഞിട്ട് വരുന്ന ലോഡിൽ ചിലപ്പോൾ അതിൻ്റെ പ്രൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അതൊരു ക്ലാഷ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമാണ് വീഡിയോസിൽ നമ്മൾ എന്താ പറയാത്തത്, റേറ്റ് കാര്യങ്ങൾ പറയാത്തത്. പിന്നെ കൂടുതൽ ഞാൻ കോമ്പോസാണ് ഇടുന്നത്. കോമ്പോസിനാണ് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, വീഡിയോസിൽ കോംബോ ആയിട്ട് ഇടണം, അതും നാടൻ റോസിൻ്റെ കോംബോ തന്നെ ഇടണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെയിലിനായിട്ട് നാടൻ റോസ് തന്നെ ഇടാറുള്ളത് കേട്ടോ, നാടൻ റോസ് കോംബോ ഇടാറുള്ളത്. അടുത്തതായിട്ടുള്ളത് ബിസ്ക്കറ്റ് റോസാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. നിറയെ മുള്ളുകളും ഒക്കെയുള്ളൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം മെച്യൂർഡ് ആയ പ്ലാന്റ്സ് ആണ്, തീരെ ചെറിയ പ്ലാന്റ് അല്ല, മെച്യൂർഡ് ആയ പ്ലാന്റ്സ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. ഈ ഒരു കളർ കൊണ്ടാണ് ഈ ഒരു പ്ലാന്റ് കുറച്ച് ഡിഫറെൻ്റ് ആവുന്നത്. ആൾക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാവുന്നതും ഇതിൻ്റെ കളർ കോമ്പിനേഷനിൽ തന്നെയാണ്. ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റോസാണ്, എൻ്റെയും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റോസാണ് കേട്ടോ ഇത്. അടുത്തതൊരു വെറൈറ്റി റോസാണ്. നമ്മുടെ കയ്യിൽ ഒത്തിരി സ്റ്റോക്കൊന്നുമില്ല, ബ്ലാക്ക് റോസാണ്. ഇതാണ് ഐറ്റം. ഇതിൽ ഒത്തിരി നമ്മുടെ കയ്യിൽ പ്ലാന്റ്സ് ഒന്നും തരാനായിട്ടില്ല. മൊത്തം ഒരു 20 പ്ലാന്റ്സിനകത്തേ നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനായിട്ടുള്ളൂ കേട്ടോ. ബ്ലാക്കാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പോട്ടിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം കാണിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ സെയിലിന് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. ഈ സെയിം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 15 to 20 പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അടുത്തതായിട്ട് സെയിലിന് വന്നേക്കുന്നത് ബ്രിട്ടീഷ് ക്യൂനാണ്. ബ്രിട്ടീഷ് ക്യൂനെ കുറിച്ചിട്ട് പ്രത്യേകം പറയേണ്ട, നല്ല സ്മെല്ലുള്ളൊരു റോസാണ്. അതുമാത്രമല്ല ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. പിങ്കും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു റോസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓൺ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ബ്രിട്ടീഷ് ക്യൂൻ എന്നാണ് ഐഡി വരുന്നത്. അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഓൺ റൂട്ടഡ് മിഡ് നൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. നമുക്ക് കൂടുതലും മിഡ് നൈറ്റ് ബ്ലൂ ലോഡിലൊക്കെ വരാറുള്ളത് 1-2 പ്ലാന്റ്സ് ഒക്കെ ആയിരിക്കും, ബഡ് ചെയ്ത പ്ലാന്റ്സ് ആയിരിക്കും കിട്ടാറുള്ളത്. പക്ഷേ എൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുന്നതെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ബഡ്ഡിങ്ങിനോടൊക്കെ താല്പര്യം കുറവാണ് ചില ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൊണ്ടുവന്നേക്കുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒരുപാട് വലിപ്പമുണ്ടെന്ന് പറയുന്നില്ല, ഉള്ള പ്ലാന്റ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളതും ബുഷി ആയിട്ടുള്ളതുമാണ്. വടവൃക്ഷം പോലത്തെ പ്ലാന്റ്സ് ഒന്നും ഇല്ല കേട്ടോ ഇതിൽ, കാരണം ഓൺ റൂട്ടഡ് കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ ഈ ഒരു കളർ കൊണ്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ്. കളർ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ഇവളെ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒന്നാമത്തെ കാര്യം ഇവളുടെ കളറും പിന്നെ അവളുടെ മണവുമാണ് കേട്ടോ. നല്ല മണമാണ്, പിന്നെ നിറയെ പൂക്കും എന്നുള്ളത് കൊണ്ടും ഇവൾക്ക് ആരാധകർ ഒത്തിരിയാണ്. അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള റോസാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ ലാസ്റ്റായിട്ട് നമുക്കുള്ളത് പിങ്ക് ഫെയറി ആണ് കേട്ടോ. പിങ്ക് ഫെയറിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ്, നേരെ ഇങ്ങനെ കൊലകുത്തി പൂത്ത് നിൽക്കുന്ന, നമുക്കിതേപോലെ വലിയൊരു ഗ്രോ ബാഗിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഇതേപോലെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് വർഷങ്ങളായ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇത് അവരുടെ മദർ പ്ലാന്റ് ആണ്, വർഷങ്ങൾ ഒത്തിരി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലത്തുള്ള പ്ലാന്റ്സ് നമുക്ക് വലിയ ചട്ടിയിലോ എന്നുണ്ടെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ ഇതേപോലെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പിങ്ക് ഫെയറിയുടെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ. താങ്ക് യു.